അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഞങ്ങളുടെ ഒരു കസിൻ്റെ ഹൽദിയാണ്. അപ്പോൾ ഹൽദി അവരുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. സോ വെൽക്കം ടു മൈ കുട്ടി വ്ളോഗ്. അതിൽ ഹൽദിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞി വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് വലിച്ച് നീട്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾ ആരെയും ഞാൻ വെറുപ്പിക്കില്ല. ഈ ഒരു സംഭവം ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി അവർ വീടിൻ്റെ തൊട്ടടുത്തൊരു വലിയൊരു പറമ്പിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷെ പറമ്പിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഈ ഒരു വലിയൊരു സ്റ്റെപ്പൊക്കെ കടന്നു വേണം പോകാൻ. ആ സ്റ്റെപ്പ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മതിൽ ചാടി ഇറങ്ങുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതാണ് ചെറുക്കനും പെണ്ണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ ഹൽദിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഡ്രസ്സായിട്ട് ഇട്ടുകൊണ്ട് വന്ന് ഞാനും ഹസ്ബൻഡും സിസ്റ്റർ ഇൻ ലോയും ഒക്കെ ഒരു ബന്ധമില്ലാത്ത ഉടുപ്പിട്ടുണ്ടാണ് ഞങ്ങളത്. പിന്നെ കിട്ടിയ ഉടുപ്പ് അങ്ങനെ എടുത്തിട്ടു. പിന്നെ അതുമല്ല പുതിയതായതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനിൽ ഇടാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഒരു ചെറുക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് പുടവ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ആ ചടങ്ങാണ് ഈ നടക്കുന്നത്. അവർ വീട്ടിൽ നിന്നൊരു 15 to 20 ആൾക്കാർ ഉണ്ടായിരുന്നു. നല്ലായിരുന്നു കേട്ടോ. അടിപൊളി ഫാമിലിയാണ്. നമ്മളായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ ഫാദറിനോ ആണ്. അപ്പോൾ ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാം നമസ്കരിച്ച് ഞങ്ങളും കൂടെയൊക്കെ ഇരുന്നു, ഫോട്ടോ എടുത്തു. ഇത് എൻ്റെ ഹസ്ബൻഡ് അനിയനും കൂടി അവർക്ക് മധുരമൊക്കെ കൊടുത്തു. പിള്ളേർ പിന്നെ ആസ് യൂഷ്വൽ ഫുഡും ഐസ്ക്രീമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ചെറുക്കൻ വന്നു പെണ്ണിനെ കാണാൻ. പിന്നെ അവിടെ വൈബായി, ഡാൻസായി, പാർട്ടി, ഡിസ്കോ. പിന്നെ ഈ പരിപാടിയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രംസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ ഒത്തിരി ടി വിയിലും ഷോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടു ഇവിടെ ആട്ടോ. ഇറ്റ് വാസ് നൈസ്. അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ച് തകർത്ത്. ഫുഡ് അതിന് മുന്നേ വിശന്നിട്ട് പൊരിഞ്ഞ് വിശപ്പായിരുന്നു. അപ്പോൾ കഴിക്കണം വേണ്ടതെന്നാണ് നിൽക്കണമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഡാൻസിന് അങ്ങ് കയറി അങ്ങ് ജോയിൻ ചെയ്തു. എല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച എല്ലാവരും അങ്ങ് മാറിയൊക്കെ നിൽക്കും. പക്ഷേ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു. എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഇയാൾ ഒന്നും കൂടി ഈ ഒരു പെർഫോമൻസ് ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.